convolution of two functions. If you want to find convolution, then you need two functions, okay? Okay, wait. Okay, so listen. Convolution. Okay, so its definition is the convolution of f of t and g of t is f convolution g of t equal to integral 0 to t f of t minus u into g of u du. Okay, so this is convolution. If you have two functions, f of t and g of t, then you can find the convolution of this two function, that is f. ഇതെങ്ങനെ എഴുതാൻ നമ്മൾ കൺവല്യൂഷനിൽ വായിക്കുക ഒരു സ്റ്റാർ പോലെ എഫ് കൺവല്യൂഷൻ ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു വാട്ട് ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു ഡി യു. രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവും ആൻഡ് അതിൻ്റെ ഒരു വേരിയബിൾ ടി മൈനസ് യു ആൻഡ് ദി അതർ വേരിയബിൾ ഇസ് യു. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതുന്നത് ഇപ്പം എഫിനാണ് നമ്മളിവിടെ ടി മൈനസ് യു കൊടുത്തത്. ഒന്ന് ടി മൈനസ് യു ആയിരിക്കണം, ഒന്ന് യു ആയിരിക്കണം, അത് നിർബന്ധമാണ്. പക്ഷെ അത് എഫിന് വേണമെങ്കിൽ എഫിന് കൊടുക്കാം, ജിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം ഈ ഒരു ഓർഡർ മാറ്റി എഴുതിയാലും ഇറ്റ് ഈസ് കൺവല്യൂഷൻ. ദറ്റ് ഈസ് 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇവിടെ നമ്മൾ എഫിന് യു കൊടുത്തു, ജിക്ക് ടി മൈനസ് യു കൊടുത്തു. ഇതിൽ രണ്ടിൽ ഏത് ഫോമുല വേണമെങ്കിലും യു ക്യാൻ യൂസ്. Okay, so the convolution of f of t and g of t, that is convolution of two function, is defined as f convolution g of t is equal to integral from 0 to t. 0 to t ആണ് നമ്മൾ integrate ചെയ്യുന്നത്. It is integral 0 to t f of t minus u into g of u du. With respect to u, we are integrating this function. Okay, f of t minus u gu അല്ലെങ്കിൽ f of u into g of t minus u du. So that is convolution, definition of convolution. And here in Laplace transform,
you have to study convolution theorem. അതാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യം. Convolution theorem, it is very important. Okay, convolution theorem. Okay, so let f of t and g of t be two functions, and f of t in the transform is f of s, and the Laplace transform of g of t is g of s. Okay, then L inverse of f of s into g of s is equal to f convolution g of t. So this is convolution theorem. You have to study this formula, that is L inverse of f of s into g of s. If you want to find the inverse of the function of this type, that is f of s into g of s, then you can use the convolution theorem, that is L inverse of f of s into g of s is equal to what? F convolution g of t. അതായത് നിങ്ങൾക്കിപ്പം ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, ആൻഡ് നിങ്ങൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കും, 1/s ഇൻറ്റു 1/s²+1 ഇങ്ങനെയാണെങ്കിൽ, അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് എഫ് ഓഫ് എസ് എന്നും, ആൻഡ് യു ക്യാൻ കോൾ ദിസ് ഫംഗ്ഷൻ ആസ് ജി ഓഫ് എസ്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് കൺവല്യൂഷൻ തിയറം. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഫംഗ്ഷൻ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം ഇഫ് യു ക്യാൻ write it as a function of this f of s, product of f of s into g of s, then ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് കൺവല്യൂഷൻ ജി ഓഫ് ടി ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതിൻ്റെ കൺവല്യൂഷൻ കണ്ടുപിടിച്ചാൽ എന്തായി? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. സോ എഫ് കൺവല്യൂഷൻ ജി മീൻസ് വാട്ട്? ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു ഡി യു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യു ക്യാൻ ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് ദി ഫോം എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. ഓക്കെ, സോ ദിസ് ഈസ് കൺവല്യൂഷൻ തിയറം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ല, വേറെ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇൻറ്റഗ്രേഷൻ വേണം 1/s ഇൻറ്റു എഫ് ഓഫ് എസ്, അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻറ്റഗ്രേഷൻ വേണമെങ്കിൽ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺവല്യൂഷൻ തിയറവും ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യനിലും സ്പെസിഫൈ ചെയ്യും, സോൾവ് അല്ല ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ യൂസിങ് കൺവല്യൂഷൻ തിയറം ഓർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദെൻ യു ഷുഡ് ഡു ലൈക്ക് ദിസ്. യു ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. Okay, L inverse of f of s into g of s is equal to f convolution g of t, that is integral 0 to t f of t minus u into g of u du. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ആൻസർ. സോ യു വോണ്ട് എഫ് ഓഫ് ടി മൈനസ് യു ആൻഡ് ജി ഓഫ് യു. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഫ്രം ദി ക്വസ്റ്റ്യൻ യു വിൽ ഗെറ്റ് എഫ് ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എഫ് ഓഫ് എസും കിട്ടും, ജി ഓഫ് എസും കിട്ടും. Okay, then you can find f of t. You can find f of t. F of t means what? The inverse of this f of s. അല്ലേ, ഈ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ടി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. ആൻഡ് സിമിലർലി യു ക്യാൻ ഫൈൻഡ് ജി ഓഫ് ടി ഓൾസോ. ജി ഓഫ് എസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും, അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് ജി ഓഫ് ടി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് ടി മാറ്റിയിട്ട് അവിടെ ടി മൈനസ് യു കണ്ടുപിടിക്കാം. ആൻഡ് ജി ഓഫ് ടിക്ക് പകരം നിങ്ങൾക്ക് ടി മാറ്റിയിട്ട് അവിടെ ജി ഓഫ് യു എഴുതാൻ പറ്റും. ദെൻ യു ക്യാൻ ഫൈൻഡ് ദി ഇൻറ്റഗ്രൽ വാല്യൂ. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ദി ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ക്ലിയർ ആയോ? എന്താണ് കൺവല്യൂഷൻ എന്നുള്ളത് ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, വേറെ ആരും ഇവിടെ ഇല്ല, അനുരാഗ് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, സോ അതാണ് കൺവല്യൂഷൻ. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. So
So the problem is using convolution property, find L inverse of 1 by S into S square plus A square. Okay, important question. Using convolution property, find L inverse of 1 by S into S square plus A square. കണ്ടോ ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറയുന്നുണ്ട് യു ഹാവ് ടു യൂസ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഫോർ ഫൈൻഡിങ് ദി ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സം എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഫോമിൽ ഈ തന്ന ഫംഗ്ഷനെ നമുക്ക് മാറ്റി എഴുതണം. സോ ഹൗ ക്യാൻ വി റൈറ്റ് ദിസ് ഇസ് 1 ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ എസ് ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാലോ. ജസ്റ്റ് നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. Now what it is, f of s is equal to 1 by s edukka and g of s is equal to 1 by s square plus a square. Okay, so the first step is split the equation, split the function of the form f of s into g of s and write what is f of s and g of s. Okay, now we know that L inverse of f of s into g of s equal to what? F convolution g of t. Okay, so you have to find the convolution. So നമുക്ക് convolution കണ്ടുപിടിക്കണമെങ്കിൽ small f ഉം വേണം small g ഉം വേണം. അപ്പം f of s is equal to 1 by s, then f of t is what? L inverse of 1 by s, right? എന്താണോ ട്രാൻസ്ഫോം അതിൻ്റെ ഇൻവേഴ്സ് ആണ് അതിൻ്റെ സ്മോൾ എഫ് ഓഫ് ടി പറയുന്നത്. So you have to find the inverse of this function. 1 by s in the inverse കണ്ടുപിടിക്കുക. So 1 by s is the transform 1 in that, right? So f of t is equal to 1. Now g of s. G of s is equal to 1 by s square plus a square and small g of t is equal to L inverse of 1 by s square plus a square and ഇതിൻ്റെ ഇൻവേഴ്സ് എന്താ? ഇത് സൈനിൻ്റെതാണ്. അപ്പം സൈനിൻ്റെതാകുമ്പം വി വാണ്ട് എൻ എ ഓൺ ദി ന്യൂമറേറ്റർ, ബട്ട് ഹിയർ എ ഇല്ല. അതുകൊണ്ട് ഇതിനെ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ 1 ബൈ എ ഇൻറ്റു സൈൻ എ ടി. ഓക്കെ, ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് 1 ബൈ എ ഇൻറ്റു സൈൻ എ ടി ആണ് കിട്ടുക. നമ്മൾ ഒരുപാട് പ്രോബ്ലത്തിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെയും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാത്ത. ഡൗട്ട് ഉള്ളവർ എന്നോട് ചോദിക്കുക ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തവർ. ഓക്കെ, നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ടിയും കിട്ടി, ജി ഓഫ് ടിയും കിട്ടി. ഓക്കെ, നൗ എന്താ എഫ് കൺവല്യൂഷൻ ജി ഓഫ് ടി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് കൺവല്യൂഷൻ ജി ഓഫ് ടി ഈസ് ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് നിങ്ങൾക്ക് ഒന്നിക്കൽ എന്തെടുക്കാം? എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു എടുക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു എടുക്കാം. സോ ഹിയർ എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു എടുക്കാം നമുക്ക്, ഡി യു. ഇനി ഇത് കണ്ടുപിടിക്കണം. സോ എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഓഫ് ടി ഇസ് 1. സോ എഫ് ഓഫ് ടി മൈനസ് യു ഇസ് വാട്ട്? 1 ഇറ്റ് സെൽഫ് അല്ലേ? ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നാലും കോൺസ്റ്റൻ്റ് തന്നെ കിട്ടുക, 1 തന്നെയായിരിക്കും കിട്ടുക. ആൻഡ് ഹിയർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ബൈ എ ഇൻറ്റു സൈൻ എ ടി. നമുക്ക് എന്താ വേണ്ടത്? ജി ഓഫ് യു ആണ് വേണ്ടത്. സോ ജി ഓഫ് യു ഈസ് ഈക്വൽ ടു 1 ബൈ എ ഇൻറ്റു സൈൻ എ യു. ഓക്കെ, സോ ഇതും കിട്ടി ഇതും കിട്ടി. എഫ് ഓഫ് ടി മൈനസ് യു ആൻഡ് ജി ഓഫ് യു രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ചെയ്യാം. So L inverse of 1 by s into 1 by s square plus a square equal to എന്ത് വരും? F convolution g of t which is equal to integral 0 to t f of t minus u into g of u du which is equal to integral 0 to t f of t minus u is 1, right? And g of u is 1 by a into sine au. Okay,
which is equal to 1 by a is a constant, so we can take 1 by a outside. Integral 0 to t sine au du equal to 1 by a into sine au. Integral of sine au is minus cos au divided by a. With respect to u ആണ് integrate ചെയ്യുന്നത്. So the coefficient of u is a divided by a കൊടുത്തു. Then give upper limit and lower limit. Which is equal to 1 by a into ഈ മൈനസ് ഉണ്ടല്ലോ, മൈനസ് സോറി ഇവിടെ മൈനസ് 1 by a ഉണ്ട്, അതിനെ നമുക്ക് പുറത്തെടുക്കാം, കോൺസ്റ്റൻസ് ഒക്കെ പുറത്തെടുക്കാം. അപ്പം എന്ത് വരും? 1 by a into minus 1 by a into cos au upper limit and lower limit. This is equal to minus 1 by a square into, give the upper limit, that is t to this u, then you will get 8t minus, and the lower limit is 0, that is cos 0, okay, which is equal to minus 1 by a square into cos 8t minus cos 0 is what? It is 1. So cos 8t minus 1. This is the answer. Okay, so L inverse of 1 by s into 1 by s square plus a square is minus 1 by a square into cos 8t minus 1, and we use by using convolution property. ക്ലിയർ ആണോ? എങ്ങനെ ഇത് ചെയ്തതെന്ന്? എളുപ്പമാണ്. നമുക്ക് തന്നതിന് നമ്മൾ എന്ത് ചെയ്യാം? എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഫോമിൽ എഴുതുക. എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ടി കണ്ടുപിടിക്കുക. ആൻഡ് ഹിയർ യു ഹാവ് ടു ഫൈൻഡ് ജി ഓഫ് ടി. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് എഫ് ഓഫ് ടി മൈനസ് യു ആൻഡ് ജി ഓഫ് യു. ദെൻ യൂസ് ദിസ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദി ഇൻവേഴ്സ് ഓഫ് ദിസ് ഫങ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? സഹില, സഹില, നൂറ, ക്ലിയർ ആണോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് ചെയ്തോ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റഗ്രേഷൻ്റെ കേസിലായിരുന്നു ചെയ്ത്. അത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, മതി. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ല? അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അസൈൻമെൻ്റ് ആയിട്ടൊക്കെ തരാം കേട്ടോ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? Okay, so next is application of convolution. That is, we can solve differential equation using this convolution property. Okay, so already we have studied how to solve differential equation using Laplace transform. ഓർമ്മയുണ്ടോ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് we can find its solution. Okay, by taking Laplace transform on both sides of the given differential equation and applying the y double dash into y dash into Laplace transform, adil substitute here, then you will get some y of s
അപ്പോൾ ആ വൈ ഓഫ് എസ് കിട്ടിയാൽ അതിൻ്റെ ഇൻവേഴ്സ് ആയ വൈ ആണ് നിങ്ങളെ സൊല്യൂഷൻ. സോ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ ഓർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് വാട്ട്? കൺവല്യൂഷൻ പ്രോപ്പർട്ടി. കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ലെറ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു സം ആർ ഓഫ് എക്സ്. Okay, this is a function, this is a differential equation and you want to solve this differential equation. Okay, അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ by using convolution property, solving by using convolution യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും, if it is a differential equation or integral equation, any equation, നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് വൈ ഓഫ് എസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ വൈ ഓഫ് എസ്, രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ എടുത്തിട്ട് യു വിൽ ഗെറ്റ് വൈ ഓഫ് എസ്. ഈ വൈ ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സോ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വൈ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്താ ചെയ്തത്? രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെയായിരുന്നു നമ്മൾ വൈ ഓഫ് എസ് എഴുതിയത്. ബട്ട് ഹിയർ യു ക്യാൻ റൈറ്റ് വൈ ഓഫ് എസ് ഡയറക്ട്ലി ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൈ ഓഫ് എസ് എഴുതാൻ പറ്റും. Okay, so here y of s is what? Q of s into r of s. ഇതാണ് y of s. Okay, y of s is equal to q of s into r of s. അതിൽ ഈ r of s എന്ന് പറഞ്ഞാൽ nothing but this Laplace transform of this r of x. ഈ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്താണോ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നിങ്ങൾ ഈ കാണുന്ന r of s. Okay, and q of s. Q of s is the transfer function. Okay, so transfer function means it is q of s is equal to 1 by, okay, 1 divided by characteristic equation of this y double dash plus a y dash plus b y in terms of s. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ലാംഡ വെച്ചിട്ടായിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയത്. ബട്ട് ഇവിടെ നമ്മൾ ലാപ്ലേസ് ഇറ്റ് ഇസ് ക്യൂ ഓഫ് എസ്. ക്യൂ ഓഫ് എസ് മീൻസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതും. സോ എന്തായിരിക്കും വരിക? എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് b, okay, as plus b. So this is a characteristic equation in terms of s. So 1 by this 1, s square plus as plus b, ഇതാണ് qs എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? q of s നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ q of s കിട്ടിയാൽ എന്ത് ചെയ്യുക? q of s into r of s ചെയ്താൽ you will get this y of s. Okay, അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്താ വേണ്ടത്? ഈ y ആണ് വേണ്ട. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് സൊല്യൂഷൻ y ആണ് വേണ്ട. സോ ദാറ്റ് y ഈസ് വാട്ട്? എൽ ഇൻവേഴ്സ് ഓഫ് y ഓഫ് എസ് ആണല്ലോ. ഈ y ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ. സോ y ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് y ഓഫ് എസ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് y ഓഫ് എസ് എന്താണ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് q ഓഫ് എസ് ഇൻറ്റു r ഓഫ് എസ്, റൈറ്റ്? അപ്പോൾ നമുക്കിത് f ഓഫ് എസ് ഇൻറ്റു g ഓഫ് എസ് ഫോമിൽ കിട്ടിയില്ലേ? സം ഫംഗ്ഷൻ ഓഫ് എസ്, രണ്ട് എസിൻ്റെ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. സോ ഇതെന്താ? ക്യൂ കൺവല്യൂഷൻ ആർ അല്ലേ? ക്യൂ കൺവല്യൂഷൻ ആർ ഓഫ് ടി അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് ക്യൂ ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ കൺവല്യൂഷൻ ആർ ഓഫ് ടി ആണ്. സോ ക്യൂ കൺവല്യൂഷൻ ആർ ഓഫ് ടിയുടെ ഫോർമുല എന്താ? ഇൻ്റഗ്രൽ 0 ടു ടി ക്യൂ ഓഫ് ടി മൈനസ് യു ഇൻറ്റു ആർ ഓഫ് യു du. Okay, so q convolution r of t is equal to q of t minus u into r of u du. So this is a formula y കണ്ടുപിടിക്കാനുള്ള. By using the convolution property, the solution of this second order differential equation is y, and that y is equal to what? Integral 0 to t q of t minus u into r of u du.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്യൂ ഓഫ് ടി മൈനസ് യുവും ആർ ഓഫ് യുവും വേണം. ക്യൂ ഓഫ് ടി മൈനസ് യു മീൻസ് വാട്ട്? ഇവിടെ നിങ്ങൾ ക്യൂ ഓഫ് എസ് എഴുതാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഇക്വേഷൻ നോക്കിയിട്ട് യു ക്യാൻ റൈറ്റ് ദിസ് ക്യൂ ഓഫ് എസ്. അപ്പോൾ ക്യൂ ഓഫ് എസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഈ ക്യൂ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ആണ് ക്യൂ ഓഫ് ടി. ഓക്കെ, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ക്യൂ ഓഫ് എസ്. സോ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, ക്യൂ ഓഫ് ടി കണ്ടുപിടിക്കുക. ക്യൂ ഓഫ് ടി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ക്യൂ ഓഫ് ടി മൈനസ് യു എഴുതാൻ പറ്റും. സിമിലർലി ആർ ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താ, ഈ റൈറ്റ് സൈഡിലെ ഫംഗ്ഷനാണ് ആർ ഓഫ് എക്സ്. അപ്പോൾ അവിടെ എക്സിൻ്റെ അടുത്ത് യു കൊടുത്താൽ യു വിൽ ഗെറ്റ് ആർ ഓഫ് യു. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, so this is how we find the solution of second order differential equation using convolution property. ഈ ഫോർമുല മാത്രം പിടിച്ചാൽ മതി. y is equal to integral 0 to t q of t minus u into r of u du. ഇതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ യു ഹാവ് ടു ഫൈൻഡ് ക്യൂ ഓഫ് ടിയും ആർ ഓഫ് ടിയും കണ്ടുപിടിക്കുക. ക്യൂ ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ഓഫ് എസ് നിങ്ങൾ ആദ്യം എഴുതണം. അതിൻ്റെ ഇൻവേഴ്സ് ആണ് ക്യൂ ഓഫ് ടി. സോ ഇത് ക്ലിയർ? മനസ്സിലായോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? Is it clear? ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. Okay, solve the differential equation y double dash plus 3y dash plus 2y equal to r of t, where r of t equal to 1 if 1 less than t less than 2 and 0 otherwise. എങ്ങനെ നിങ്ങളിത് സോൾവ് ചെയ്യാം? Solve the differential equation y double dash plus 3y dash plus 2y equal to r of t. Okay, so this is your differential equation and r of t ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു കോസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ റേസ് ടു ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും റൈറ്റ് സൈഡ് ഫംഗ്ഷൻ തരിക. ബട്ട് ഹിയർ ദി ആർ ഓഫ് ടി ഇസ് ഓഫ് ദി ഫോം ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഇഫ് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2 0 അതർവൈസ്. ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, so we can solve this equation using convolution property. എങ്ങനെ നമ്മളിത് സോൾവ് ചെയ്യുക? സോ ഫസ്റ്റ് സ്റ്റെപ്പ് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ക്യൂ ഓഫ് എസ് ആൻഡ് ക്യൂ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വാട്ട്? 1 by ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. ക്യൂ ഓഫ് എസ് എഴുതാം നിങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ക്യൂ ഓഫ് എസ് എഴുതാം. Okay, then you have to find q of t. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് q of s which is equal to what? L inverse of 1 by s square plus 3s plus 2. ഓക്കെ, എങ്ങനെ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പം ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. ദെൻ വി ക്യാൻ യൂസ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോർ ഫൈൻഡിങ് ദിസ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a. സോ യൂസിങ് ദറ്റ് ഫോർമുല യു ക്യാൻ ഫൈൻഡ് ദ റൂട്ട്സ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ റൂട്ട് അങ്ങനെ തന്നെ കണ്ടുപിടിക്കുക. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ റൂട്ട് കണ്ടുപിടിക്കുക. എക്സാമിന് കുറേ ആൾക്കാർ കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് തെറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. വേഗം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട്. സോ യു ക്യാൻ ഫൈൻഡ് ദി റൂട്ട്സ് യൂസിങ് ദി ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ ഇതിൻ്റെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -1 -2 ആണ് റൂട്ട് കിട്ടുക. ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, so -1 and -2 are the root. So the factors are -1 root ആണെങ്കിൽ s
plus 1 is a root and minus 2 is a root, then s plus 2 is a root. Okay, so the factors are s plus 1 and s plus 2. So ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. നമ്മളെങ്ങനെ ഇനി മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, so 1 by s plus 1 into s plus 2. എങ്ങനെയാണ് partial fraction? Here we have two factors and this is unrepeated factor. രണ്ടും രണ്ട് factors ആണ്. So നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a by s plus 1 plus b by s plus 2. Okay, so the inverse is what? ഓക്കെ, അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, യൂസിങ് LCM. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 by s plus 1 into s plus 2 equal to a by, here it is s plus 1, so you have to multiply it by s plus 2 into s plus 2 plus b by s plus 2 into s plus 1, ന്യൂമറേറ്ററിലും s plus 1. ഇനി ഡിനോമിനേറ്റർ ഒക്കെ ഈക്വൽ ആയിട്ടുണ്ട്. സോ വി കൻ ഇക്വേറ്റ് ദി ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 1 is equal to a into s plus 2 plus b into s plus 1. ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? എസിന് ഓരോ വാല്യൂ കൊടുത്താൽ നമുക്ക് എയും ബിയും കിട്ടും. സോ എസിന് -2 കൊടുക്കുക, ദെൻ യു വിൽ ഗെറ്റ് b ഈക്വൽ ടു -1 എന്ന് കിട്ടും. ആൻഡ് എസിന് -1 കൊടുക്കുക, രണ്ടാമത്തെ റൂട്ട് -1 അല്ലേ. സോ a is equal to 1 എന്നും കിട്ടും. സോ എ ആൻഡ് ബി ഇതാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ? ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം. ഇൻവേഴ്സ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് പ്ലസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എസ് പ്ലസ് 2. അപ്പം എന്താ വരിക? എൻ്റെ വാല്യൂ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എ. ദ വാല്യൂ ഓഫ് എ ഈസ് 1. സോ 1 ബൈ എസ് പ്ലസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് -1 ബൈ എസ് പ്ലസ് 2. അപ്പം ക്യൂ ഓഫ് ടി എന്താന്ന് കിട്ടും? ദിസ് ഈസ് ഇ റേസ് ടു ടി അല്ലേ. ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 1 ഇസ് ഇ റേസ് ടു ടി പ്ലസ് ദി മൈനസ് പുറത്തെടുക്കാം. ദെൻ 1 ബൈ എസ് പ്ലസ് 2, ദറ്റ് ഈസ് ഇ റേസ് ടു -2t. മൈനസ് ടി, ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു -2t. ഓക്കെ, സോ ദിസ് ഈസ് ക്യൂ ഓഫ് ടി. അപ്പോൾ നമുക്ക് ക്യൂ ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. നൗ വി ക്യാൻ ഫൈൻഡ് ദി സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല എന്താ? സൊല്യൂഷൻ ഈസ് y is equal to integral 0 to t q of t minus u into f r of u du. Okay, y is equal to integral 0 to t q of t minus u into r of u du. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു integral 0 to t q of t minus u. എന്ത് വരും? q of t എന്ന് വെച്ചാൽ e raised to minus t. അപ്പം t minus u എന്ന് പറഞ്ഞാൽ ഇവിടെ t minus u കൊടുക്കുക, മൈനസ് e raised to -2t. സോ -2 into t ക്ക് പകരം t minus u. So q of t minus u is this into r of u. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? ആർ ഓഫ് യു വേണം. പക്ഷെ ആർ ഓഫ് യു എന്ന് പറയുന്നത് ഇവിടെ 2 ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 3 കേസസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ ലിങ്കിന് തന്നിട്ടുള്ളത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓക്കെ. സോ ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 1 if 1 less than t less than 2, 0 otherwise. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ? നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്നത് 1ഉം വരുന്നുണ്ട് 0ഉം വരുന്നുണ്ട്.
ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് വരുന്നുണ്ട്, ഫംഗ്ഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നുകൊണ്ട് നമ്മൾ കേസസ് ആയിട്ട് വേണം, അതായത് ആർ ഓഫ് ടിക്ക് 1 എന്ന് കൊടുക്കണം, ആർ ഓഫ് ടിക്ക് 0 എന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെയുള്ള കേസസ് എന്ന് പറഞ്ഞാൽ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്ന ടി വാല്യൂസിന് മാത്രമാണ് ആർ ഓഫ് ടി ഇസ് 1. ഓക്കെ, അപ്പോൾ ഈ 1നേക്കാൾ താഴെയുള്ള വാല്യൂസ് ഉണ്ട്, അതുപോലെ 2നേക്കാൾ വലിയ വാല്യൂസ് ഉണ്ട്. ഈ രണ്ട് വാല്യൂസിനും എന്താണ്, ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് 0. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1നേക്കാൾ താഴെയുള്ള വാല്യൂ എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി ലെസ് ദാൻ 1, റൈറ്റ്? അതേപോലെ തന്നെ ടി ഗ്രേറ്റർ ദാൻ 2, 2നേക്കാൾ വലിയ വാല്യൂ, ഇതിന് രണ്ടിനും എന്താണ്? 0 ആണ് ആൻസർ. സോ ഈ മൂന്ന് കേസസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മളെ സൊല്യൂഷൻ നമ്മൾ കാണും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൊത്തത്തിലാണ് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷനാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ടി വാല്യൂവിനും നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേസ് 1, ഇഫ് ടി ലെസ് ദാൻ 1 ആയിട്ട് എടുക്കുക. ടി ലെസ് ദാൻ 1 ആണെങ്കിൽ ആർ ഓഫ് ടി എന്തായിരിക്കും? 1നേക്കാൾ ചെറുതാണെങ്കിൽ ആർ ഓഫ് ടി 0 ആണ്. ഇങ്ങനെ എഴുതാം. നമ്മൾ സൊല്യൂഷൻ എന്താ? y is equal to integral 0 to t f of t minus q of t minus u into r of u അല്ലേ, du, which is equal to integral 0 to t q of t minus u into t less than 1ൽ r of t 0 ആണ്. സോ r of u 0. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ കേസ് 2 എടുക്കുക. അത് എന്തെടുക്കാം? നമുക്ക് ടി ഗ്രേറ്റർ ദാൻ 2 എടുക്കാം. 2നേക്കാൾ വലിയല്ല ടി വാല്യൂസ്, അവിടെയും എന്ത് തന്നെയാണ്? ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ആണ്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ വാല്യൂ മാത്രം കണ്ടിട്ട് മറ്റേത് 0 ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരുന്നത് എല്ലാ കേസിലും ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ y is equal to integral ഇതന്നെ q of t minus u into r of u du, which is equal to integral 0 to t again q of t minus u into ടീനെ രണ്ടിനേക്കാൾ വലിയ എല്ലാ ടി വാല്യൂസിലും എന്താണ്? 0 തന്നെയാണ്. സോ ദി ആൻസർ ഈസ് 0. അപ്പോൾ ഈ രണ്ട് കേസിൽ ആൻസർ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്, അതായത് 1 എന്ന് പറയുന്നൊരു വാല്യൂ ഉള്ള അതിൻ്റെ സൊല്യൂഷൻ അതിന് കാണാൻ പോകുന്നത്. സോ y is equal to integral 0 to t q of t minus u into r of u du. കേസ് 3 എന്താണ്? 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടീൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരിക? 1 തൊട്ടിട്ട് 2 വരെ. ഓക്കെ, ക്യൂ ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് യു മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് 2 ഇൻറ്റു ടി മൈനസ് യു. ഓക്കെ, ഇൻറ്റു ആർ ഓഫ് യു എന്താണ്? 1 ആണ് ഫംഗ്ഷൻ വാല്യൂ. 1 തൊട്ട് 2 വരെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ആർ ഓഫ് യു ഓൾസോ 1. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് യു. ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ തന്നെയാണ്, ഡിവൈഡഡ് ബൈ കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യു ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ യുവിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ ഇവിടെ? മൈനസ് ഓഫ് മൈനസ്, സോ പ്ലസ് യു ആണ്. അപ്പം 1 ആയിരിക്കും അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക. മൈനസ് ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? ഇ റേസ് ടു മൈനസ് ഓഫ് 2t minus u itself and divided by its coefficient. അപ്പോൾ ഇവിടെ യുവിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? -2 ഇൻറ്റു മൈനസ് യു ആണ്. അപ്പം പ്ലസ് 2u എന്നാണ് വരിക. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് യു ഇസ് 2. സോ ഡിവൈഡഡ് ബൈ 2. ദെൻ ഗിവ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ യുവിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്, ടീക്കല്ല. ഓക്കെ, സോ ടി മൈനസ് 2 മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് 2 ഇൻറ്റു ടി മൈനസ് 2. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ദ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഇസ് 1, ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഓഫ് t minus 1 minus e raised to 2 into t minus 1. So this is the answer.
ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യുന്ന രീതി മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നോക്കിയാൽ ചെയ്യാൻ പറ്റൂലേ? ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് കൺഫ്യൂഷൻ ആകുന്നുണ്ടോ, മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് പറയാം. അറ്റൻഡൻസ് പറഞ്ഞേ. 1 1 2 3 4 5 6 7 8 9 10 11 12 അനുജിത് 13 13 14 15 16 17 18 19 20 21 22 23 24 25, 26 27 29 30 31 32 33 34 35 35 36 37 30 Fahad 39 8 Fahad okay 40 41 42 43 44 45 46 47 48 49 50 Sarang 51 51 52 53 53 54 55 56 57 58 59 61 61 Viswat Pranam 62 63 വിശ്രുതില്ല. സോ വിശ്രുത് മാത്രം ആബ്സെന്റ്, ബാക്കി എല്ലാവരും പ്രസന്റ്. അല്ല അനുജിത്ത് ആൻഡ് ഓക്കെ വിശ്രുത് പ്രസന്റ്. അപ്പൊ അനുജിത്ത് ഇല്ല. താങ്ക് യു.